മാടൻ കേരളീയ ജനവിശ്വാസത്തിൽ ഒരു ശക്തിയേറിയ കാവൽ ദൈവമാണ്. മലകളും കാടുകളും കാവുകളുമാണ് മാടന്റെ പ്രധാന ആസ്ഥാനം. പലപ്പോഴും ശിവന്റെ ക്രൂരരൂപമായും ചിലപ്പോൾ ഒരു തികച്ചും സ്വതന്ത്രമായ ദേവതയായും മാടനെ കണ്ടിട്ടുണ്ട്. കർഷകരുടെയും ആദിവാസികളുടെയും സംരക്ഷകനായി അറിയപ്പെടുന്ന മാടൻ നീതിയും കോപവും ഒരുപോലെ സംയോജിച്ച ദൈവമാണ്. മാടനെ പൊതുവെ ഭയാനക വേഷത്തിൽ ചിത്രീകരിക്കാറുണ്ട്. കറുപ്പോ ചുവപ്പോ നിറമുള്ള ശരീരം, തേജസ്സുള്ള കണ്ണുകൾ, തലയിൽ കാടുനിറഞ്ഞ രോമക്കുടം, കഴുത്തിൽ കരിമ്പോത്തും ബലികൊടുത്ത മൃഗങ്ങളുടെ അസ്ഥികളും ഇതൊക്കെയാണ് മാടന്റെ പരമ്പരാഗത രൂപം. അദ്ദേഹം ഒരു വലിയ ത്രിശൂലം കൈവശം വെച്ചിരിക്കും. കൂടാതെ തീകൊളുത്തിയ ചൂലും കത്തിയും ഉപയോഗിക്കാറുണ്ട്. ഈ ആയുധങ്ങൾ ദുഷ്കർമ്മങ്ങളെ ശിക്ഷിക്കാൻ ഉപയോഗിക്കുന്നു. അതിക്രമങ്ങൾ ചെയ്യുന്നവരെ അദ്ദേഹം ദണ്ഡിപ്പിക്കുകയും അഴിമതി നിറഞ്ഞവരെ തീകൊളുത്തി വെടിപ്പാക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. മാടൻ വെറും ഭയാനക ദൈവമല്ല, കനിവും കരുണയും നിറഞ്ഞ ഒരു കാവൽ ദേവനുമാണ്. കർഷകർ, തീരദേശവാസികൾ, കാടുകളിൽ താമസിക്കുന്നവർ എന്നിവർക്കുള്ള ഒരു രക്ഷാധികാരിയാണ് മാടൻ. മഴയില്ലാതെ വരൾച്ചയുണ്ടാകുമ്പോഴും വിളകൾ നശിക്കുമ്പോഴും ആടുമാടുകൾ രോഗബാധിതമാകുമ്പോഴും അവരെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആളുകൾ മാടനെ ആരാധിക്കും. മാടന്റെ ആരാധനയിൽ വെളിച്ചപ്പാട് പ്രധാനമാണ്. വിശേഷ ചടങ്ങുകളിൽ മാടന്റെ ആത്മാവ് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതായാണ് കരുതുന്നത്. വെളിച്ചപ്പാട് അന്നേ ദിവസം ഒരു ദൈവദൂതനായി മാറുന്നു. മാടൻ ദേവന്റെ ആരാധന വളരെ വ്യത്യസ്തമാണ്. കോവിലുകളിലോ ക്ഷേത്രങ്ങളിലോ പ്രതിഷ്ഠിക്കപ്പെടുന്നതിന് പകരം മാടനെ സാധാരണയായി കാവുകളിലും വനങ്ങളിലും മലകളിലും ആരാധിക്കും. മാടൻ പൂജയിൽ നേർച്ചകളുടെയും തെയ്ക്കളിയുടെയും വലിയ പ്രാധാന്യമുണ്ട്. മാടൻ ഒരു കരുണാമയ ദൈവമായിരിക്കുമ്പോഴും ദുഷ്കർമ്മങ്ങൾ ചെയ്തവരെ കനിവില്ലാതെ ശിക്ഷിക്കുന്നവനുമാണ്. അതിനാൽ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് മാടന്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ തെറ്റായ വഴിയിൽ പോകുന്നവർക്ക് അവന്റെ ക്രൂരമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ആധുനിക കാലത്തും ഗ്രാമീണ കേരളത്തിൽ മാടന്റെ ആരാധന നിലനിൽക്കുന്നു. തീർത്ഥാടനങ്ങൾക്കും പൂജകളും ഇന്നും ശക്തമായി തുടരുന്നു.